ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന ഒരു പഴഞ്ചൊല്ല് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിൽ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് പിന്തിരിയുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഒരുപാട് കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നു. തെറ്റായ ബന്ധങ്ങളിൽ അവർ പെട്ടുപോകുന്നു, മയക്കുമരുന്നിന് അടിമകളായിത്തീരുന്നു. ഒരുപാട് മാതാപിതാക്കൾ മക്കളെ ഓർത്ത് ഇന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവവചനത്തിൻ്റെ ഒരു വെളിപാട് ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ കിട്ടിയാൽ, ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കിയാൽ, അവൻ വാർദ്ധക്യത്തിലും കർത്താവിനോടുള്ള ആ ബന്ധത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറിപ്പോകത്തില്ല. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളുടെ ഇടയിൽ സുവിശേഷം കൊടുക്കുവാൻ, കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം അതിശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സഹോദരനെ ഇന്ന് നമ്മൾ പരിചയപ്പെടുകയാണ്. മലയാറ്റൂർ സ്വദേശി ഷോളി ബ്രദർ, എമ്മാനുവൽ ക്രിസ്ത്യൻ എന്ന ഒരു ധ്യാനകേന്ദ്രം കർത്താവ് കൊടുത്ത്, ആ ധ്യാനകേന്ദ്രത്തിലൂടെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി നേടുവാനായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷോളി ബ്രദർ തീ പിടിച്ചവരിൽ നിന്ന് തൻ്റെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ബ്രദറെ, സ്വാഗതം. വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയത് അങ്ങ് ഒരു തികഞ്ഞ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ബന്ധമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്, അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് അങ്ങ് ഈ സുവിശേഷ പ്രഘോഷണ മേഖലയിലേക്ക് വന്നതെന്നാണ്. അപ്പോൾ അതെങ്ങനെയായിരുന്നു, അതിൻ്റെ തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു, ഈ വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിനെ അറിയാനിടയായ സാഹചര്യം? ഞാൻ ജനിച്ച് വളർന്നത് ഒരു പ്ലാന്റേഷൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും ജോലിയുണ്ട്. ഞങ്ങളൊരു സാധാരണ കുടുംബത്തിൽ ആണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ആ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള മേഖലയാണ്. ഞാൻ ജനിച്ചു വളർന്നത് തന്നെ ഈ രാഷ്ട്രീയത്തിൻ്റെ നടുവിലാണ് വളർന്നത്. എൻ്റെ അപ്പച്ചൻ ശക്തമായ ഈ CPM പ്രവർത്തകനായിരുന്നു. ആ നാട്ടിലേക്ക് വെച്ച് അറിയപ്പെടുന്ന ഒരു പ്രവർത്തകനായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എറണാകുളത്ത് അല്ലെങ്കിൽ അങ്കമാലിയിൽ എവിടെയൊക്കെ മാർച്ച് നടന്നാലും ആ ചുമപ്പ ഡ്രസ്സ് ഇട്ട് ഞാനും എൻ്റെ പെങ്ങളും ഞങ്ങളെല്ലാവരും മാർച്ച് ചവിട്ടാൻ പോകുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ബാലസംഘത്തിൻ്റെ പ്രവർത്തകരാണ്. ബാലസംഘം CPMൻ്റെ എല്ലാ പോഷക സംഘടനകളിലും ഞങ്ങൾ അംഗങ്ങളാണ്. അപ്പോൾ വളരെ ആക്റ്റീവാണ്. ഞാൻ എൻ്റെ ഓർമ്മയിലുള്ളത്, ഒരു വീട്ടിലൊരു രോഗം വന്നാൽ പാർട്ടിക്കാരാണ് അവിടെ ചെല്ലുന്നത്. പാർട്ടിക്കാരാണ് ഒരു വീടിൻ്റെ പ്രശ്നങ്ങൾ തീർക്കുന്നത്. അങ്ങനെ അന്നത്തെ പാർട്ടി അങ്ങനെയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അതിൽ വളരുന്നത്. ഞങ്ങൾ അത് വിശ്വാസം കണ്ടല്ല ഞാൻ വളർന്നത്, ഞാൻ പാർട്ടിയെ കണ്ടാണ് വളർന്നത്. പാർട്ടി നേതാക്കന്മാരെ കണ്ട. പാർട്ടി നേതാക്കൾ വലിയൊരു അഭിമാനമായിരുന്നു അല്ലേ? അതെ, അഭിമാനമായിരുന്നു. അത് ചുറ്റും ഉള്ളവർ, ഞങ്ങൾ ഈ കേരളത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ്. ഈ ലയൻസിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കൂട്ടം കൂടിയാണ് ജീവിക്കുന്നത്. എല്ലാവരുമായിട്ട് ഇഴകിക്കഴിഞ്ഞ് ജീവിക്കുന്നത്. ഭയങ്കര സ്നേഹമാണ് കേട്ടോ, ഭയങ്കര കൂട്ടായ്മയാണ്, ഭയങ്കര പങ്കുവെക്കലാണ്. അപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ ജീവിക്കുന്ന കാലത്തിൽ ഈ രാഷ്ട്രീയത്തിൻ്റെ, പ്രത്യേകിച്ച് CPM എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന് വേണ്ടി മരിക്കാനും അതിനുവേണ്ടി ജീവിതം മുഴുവൻ ബലിയാക്കാനും അന്നത്തെ മാതാപിതാക്കളും എൻ്റെ അമ്മ വരെ എല്ലാ സ്ത്രീകളും അങ്ങനെയാണ്. ജോസഫൈൻ എന്ന് പറഞ്ഞ നേതാവൊക്കെയാണ് ആ നാട്ടിൻ്റെ വലിയ ഇതായിട്ട് നിൽക്കുന്നത്. അങ്കമാലിക്കാരി AP കുര്യൻ എന്നൊക്കെ പറഞ്ഞാൽ ജീവനാണ്. എൻ്റെ അപ്പച്ചൻ AP കുര്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെയാണെന്ന് AP കുര്യൻ പറയുന്നതാണ് വേദവാക്യം. ഞങ്ങളും അങ്ങനെ തന്നെയാണ് ജീവിച്ച് വളർന്നത്. ഞാൻ സ്കൂൾ രാഷ്ട്രീയത്തിൽ SFIയിലും DYFIയിലൊക്കെ അങ്ങനെയാണ് ജീവിച്ച് വരുന്നത്. ഇങ്ങനെ ഒരു സമയത്താണ് എൻ്റെ ഇടവകയിൽ ഒരു വലിയൊരു ആത്മീയ മുന്നേറ്റം വരുന്നത്. ആ കാലഘട്ടത്തിൽ ഈ പക്ക പാർട്ടി അനുഭാവികൾ സാധാരണ ഈ മതപരമായ ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാത്തവരായിരുന്നല്ലോ. അപ്പോൾ പള്ളിയിലൊക്കെ ആ സമയത്ത് വിടുമായിരുന്നോ വീട്ടിൽ നിന്ന്? ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ അപ്പച്ചൻ അങ്ങനെ പോയില്ലെങ്കിലും പള്ളിയിൽ പോകുന്ന കാര്യത്തിലൊക്കെ മക്കളെയൊക്കെ പറഞ്ഞു വിടുമായിരുന്നു. അതിനൊന്നും തടസ്സമില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ പള്ളിയിൽ പോയാലും നമുക്ക് അവിടെയും നമ്മൾ റിബലായിട്ട് നിൽക്കുന്നത്. നമ്മൾ അവിടെ ചെന്നാലും, അന്ന് അവിടെ CLC സംഘടനയൊക്കെ ആക്റ്റീവാണ്. പക്ഷേ നമ്മളവിടെ കാറ്റഗിസത്തിന് ചെന്നാലും
ഇതിനൊക്കെ ചെന്നാലും നമ്മൾ റിബലായിട്ട് നിൽക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ ഇതാ കിടക്കുന്നത്, ഈ രാഷ്ട്രീയമാണ് കിടക്കുന്നത്. അടിയും ബഹളവും. ഞാൻ എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഓർക്കുന്നത്, ഞാൻ എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ അടിക്കാൻ എനിക്ക് പേടിയില്ലാത്ത ഒരാളായിരുന്നു. അതായത് പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യും. ചെയ്യും. തലണങ്ങി തല്ലും, അത് മാത്രമല്ല, കൊല്ലണമെങ്കിൽ കൊല്ലും. ഈ മലയിലൊക്കെ ജീവിച്ചുകൊണ്ടേ ഇരുട്ടൊന്നും എനിക്ക് പേടിയല്ല. എനിക്ക് ഒന്നിനെയും പേടിയില്ലാത്ത ഒരാളായിരുന്നു. ഏത് പാതിരാത്രിയും ഞാൻ ഇറങ്ങി നടക്കുമായിരുന്നു. എന്തിനെ നേരിടാൻ എനിക്ക് കുഞ്ഞുനാളിൽ ഭയങ്കരമായ ഇന്ന് അത്രയും ധൈര്യം ഇല്ല, അന്ന് അത്രയും ധൈര്യമായിരുന്നു. ഒരാളെ തല്ലുന്നത്, ഞാൻ എൻ്റെ അപ്പച്ചൻ ഒരാളെ തല്ലാൻ ചെന്നപ്പോൾ ഞാൻ കോടാലി എടുത്തു കൊടുത്തു. എന്നെ ഓർക്കുന്നുണ്ട്. കോടാലി എടുത്തു കൊടുത്തു. എൻ്റെ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെയാണ് അത് നടക്കുന്നത്. അപ്പോൾ അന്ന് അത്രയും ധൈര്യമാണ്. ബോംബേറും പരിപാടി, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ഒരു പാർട്ടി ഗ്രാമം എന്നൊക്കെ ഞാൻ ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് പോലെയുള്ള ഒരു ഗ്രാമം പോലെയായിരുന്നു അത്, രാഷ്ട്രീയത്തിന്റെ. അങ്ങനെയാണ് ഞാൻ ജീവിച്ച് വളർന്നു വന്നത്. അതോടൊപ്പം തന്നെ തകർന്നൊരു കുടുംബമായിരുന്നു. എൻ്റെ അപ്പച്ചൻ ഭയങ്കര മദ്യപാനിയായിരുന്നു. സാമ്പത്തികമായിട്ടൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ ഒരു കുടുംബം, അതായത് ഡെയിലി വേജസ് ഉള്ള ജോലിയാണ് പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ. അപ്പോൾ ഓരോ ദിവസം കിട്ടുന്നത് കൊണ്ട് അന്നത്തെ ഇടം അങ്ങ് കഴിഞ്ഞു പോകുന്നു. അതുകൊണ്ട് ജോലിയുണ്ട്, അപ്പനും അമ്മയ്ക്കും ജോലി ഉള്ളത് കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നു. ഒരു മാനേജ്മെന്റ് സ്കൂളിൽ പഠിക്കുന്നു, SFI രാഷ്ട്രീയമൊക്കെ ജീവിച്ച് അങ്ങനെ പോകുന്നു. പക്ഷെ സമാധാനമില്ലാത്ത കുടുംബമായിരുന്നു, തകർന്ന കുടുംബമായിരുന്നു. കാരണം ഞാൻ ഓർക്കുകയാണ്, എൻ്റെ അമ്മയെ ആ റബ്ബർ തോട്ടത്തിൽ, വെട്ടമൊന്നുമില്ല നമ്മുടെ ഗ്രാമപ്രദേശം, ഈ നാടും പ്രദേശം പോലെ വെട്ടവും വെളിച്ചമൊന്നുമില്ല. ഒരു 7 മണി സമയം കഴിഞ്ഞാൽ കൂരാക്കൂരി ഇരുട്ടാണ്. എൻ്റെ അമ്മ പല രാത്രികളിലും അമ്മയെ തല്ലിയിട്ട് അമ്മ അടുത്ത വീടുകളിലേക്ക്, അതായത് കുറച്ച് കൊട്ടേഴ്സുകൾ അടുത്തുണ്ട്, പിന്നെ അടുത്തത് കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അഭയം തേടാൻ അടുത്ത വീടുകളിലേക്ക് അമ്മ ഓടുമായിരുന്നു തല്ലിയിട്ട്. അങ്ങനെ രാത്രിയാകുമ്പോൾ പേടിയാണ്, അപ്പച്ചൻ വരുന്നത് എങ്ങനെയാണ്. ഒരു ദിനേശ് വീടി എന്നൊക്കെ പറഞ്ഞൊരു വീടി, ആ വീടിയും കത്തിച്ച് ഇങ്ങനെ ദൂരേന്ന് വരുന്നത് കാണാം. വരുന്നത് കാണുമ്പോൾ തന്നെ ഞങ്ങൾ 3 മക്കള്, ഞാൻ ഏറ്റവും ഇളയത്, പെങ്ങള്, ചേട്ടൻ, ഞങ്ങളിങ്ങനെ 3 പേര്, ഞങ്ങൾ 3 പേരും മൂടി പൊതിച്ച് കിടക്കും, ഉറങ്ങില്ല. കാരണം അമ്മയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഞങ്ങൾ ചാടി എഴുന്നേൽക്കും, പേടിച്ച് വിറച്ച്. ഇങ്ങനെ ജീവിച്ച് ഇത്രയേറെ തകർക്കപ്പെട്ട അനുഭവങ്ങളിലൂടെയാണെങ്കിലും വളർന്നു വന്നു. അപ്പോഴും ഉള്ളില്, പുറമെ നമ്മൾ ധൈര്യശാലിയാണ് എങ്കിലും കുടുംബത്തിലെ ഓർത്ത്, വീടിനെ ഓർത്ത് ഭയങ്കര സങ്കടമായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അതായത് ശരിക്കും വീട്ടിലെ ഇത്രമാത്രം ഭയാനകമായ പരിതാപകരമായ ഈ സാഹചര്യങ്ങളാണ് വാസ്തവത്തിൽ ആ ചെറുപ്പത്തിൽ നമ്മൾ എന്തിനേയും നേരിടാൻ അല്ലെങ്കിൽ ആ ഒന്നിനെയും ഭയമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ആ ചെറുപ്രായത്തിൽ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഞാൻ ഓർക്കുകയാണ്, ശനിയാഴ്ച ദിവസം നമുക്ക് അവധി കിട്ടിയാൽ ഞാൻ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പനും അമ്മയും ജോലിക്ക് പോയി, വീട്ടിൽ ആരും ഇല്ല. ഞങ്ങൾ 2 പേരും ജോലിക്ക് പുറത്തേക്ക് കൊണ്ട് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങിയാൽ തോടുകളായ തോടുകൾ, കളിയും. വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മളിങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു. യാതൊരു അടുക്കും ചിട്ടയില്ല. പഠനത്തിൽ വളരെ പുറകിലായിരുന്നു. കാരണം അന്നത്തെ പഠിക്കാനുള്ള അങ്ങനെ നമുക്ക് ചിന്തയില്ല, അങ്ങനെ നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല, നമുക്ക് അറിവില്ല, വിശ്വാസമില്ല, മോറൽ ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ജീവിച്ചു വളർന്നു. അങ്ങനെ അവർക്കും പറഞ്ഞു തരാൻ മാതാപിതാക്കളുടെ കയ്യിലും ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പക്ക പാർട്ടി അടിമകളായിട്ട് അങ്ങ് പോവുകയാണ്. അതായത് മാസത്തിലൊരിക്കൽ പാർട്ടി വിളിച്ചു കൂട്ടുന്ന ഒരു സംഗമമുണ്ട്, ഓരോ യൂണിറ്റ് ബേസിലും. നമ്മുടെ ഇന്നത്തെ കുടുംബ യൂണിറ്റ് അതിൻ്റെ ഒരു 7 അയൽക്കത്തില്ല, അതിനേക്കാൾ ആക്റ്റീവാണ്. ചർച്ച ചെയ്യുന്നതും 2-3 മണിക്കൂറൊക്കെ എടുത്താണ് ചർച്ച ചെയ്യുന്നത്, ആ നാടിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ. അപ്പൊ ആ നാട്ടിലെ എല്ലാ കാര്യങ്ങളും അന്നത്തെ ചർച്ചയിൽ വരും. നമ്മളൊക്കെ ഏറ്റവും മുമ്പിൽ പോയിരിക്കുകയാണ് ഇവർ പറയുന്നത് മുഴുവൻ കേൾക്കാൻ. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ വീട്ടിൽ ചിന്ത എന്ന് പറഞ്ഞ ഒരു മാഗസിൻ വരും. ഒരു കാലഘട്ടത്തിൽ ഞാൻ വളരെ അഭിമാനത്തോടെ വായിച്ചിരുന്ന ഒരു പ്രസിദ്ധീകരണമാണ് ചിന്ത. അതല്ലേ? അപ്പൊ ഈ ചിന്ത എൻ്റെ അപ്പച്ചന് വായിക്കാൻ അറിയില്ല. ഞാൻ അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് ഇവർ വന്ന് കിടക്കുന്ന സമയത്ത് അമ്മ അടുത്തിരുന്ന് ഇത് മുഴുവൻ വായിച്ചു കൊടുക്കും. അപ്പച്ചന് ലോകത്തിലെ ഏതെല്ലാം
ഇടതുപക്ഷ രാഷ്ട്രീയക്കാരുണ്ടോ നേതാക്കന്മാരുണ്ടോ അവരെല്ലാവരും അറിയാം. ആ. കാരണം ഇതിലൂടെ അരച്ച് കലക്കി കുടിച്ചേക്കാണ്. ഞാൻ ഈ സംസാര വിഷയങ്ങൾ കൂടുതലും എനിക്ക് തോന്നുന്നു ഈ സോവിയറ്റ് യൂണിയൻ മുതൽ സോവിയറ്റ് ഇങ്ങോട്ട് അത് തന്നെ. അമേരിക്കയുടെ കുത്തക മുതലാളിത്തം, ബൂർഷാസികൾ, ബൂർഷ്വാസി. ഇതൊക്കെ നമ്മുടെ വീടിനകത്തെ ചർച്ചാ വിഷയങ്ങളായിരിക്കും അല്ലേ? വീടിനകത്തും നാടിനകത്തും ഏ. എവിടെ ചെന്നാലും ഇതാണ് ചർച്ചാ വിഷയം. ക്ലബ്ബുകളുണ്ട്, ക്ലബ്ബും ഇവരുടെ അധീനതയിലാണ്. ഉം. ഞാൻ SFIയുടെ ഒരു ക്യാമ്പിന് പോയത് ഓർക്കുന്നുണ്ട്. SFI ക്യാമ്പിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഞാൻ ചെന്നപ്പോഴൊക്കെ വിശ്വാസമല്ല സഭ എന്നിട്ട് അരച്ചാൻ വയറിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണം, പോരാടണം എന്നൊക്കെ ഉള്ള ആ മുദ്രാവാക്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ ഇത്രയും കാലം ഞാൻ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഇന്ന് ഇത്രയും വർഷമായി. ഇത്രയുമായിട്ട് എൻ്റെ ഉള്ളിൽ ആ ഒരു മുദ്രാവാക്യം, ആ ഒരു സാധനമൊക്കെ കിടപ്പുണ്ട്. കാരണം അത്രയും സ്വാധീനമാണ് ചരിത്രം. ഈ ചെഗുവേരെ പോലെയുള്ളവരുടെ കഥകള് ഇതൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുമ്പോൾ കാരൽ മാക്സ് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കയറി കിടക്കുക. നമ്മൾ പോലും അറിയാതെ ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുകയാണ്. മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നൊരു കാര്യം, ഈ പാവപ്പെട്ടവന് വേണ്ടി നിൽക്കുന്നത്, നിലപാടെടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ള ഒരു ചിന്ത ഇതുപോലെയുള്ള പാർട്ടി ക്ലാസ്സുകളിലൂടെയും ചർച്ചകളിലൂടെയൊക്കെ നമ്മുടെയൊക്കെ ഉള്ളിൽ രൂപപ്പെടാൻ അത് ചിന്ത കാരണം. മാത്രമല്ല, ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വീട്ടില് ആഹാരമില്ലെങ്കിൽ, അരിയില്ലെങ്കിൽ പാർട്ടിക്കാരാണ് അരി കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഒരു രോഗിക്ക് ഓപ്പറേഷൻ വന്നാൽ, ആശുപത്രിയിൽ നിൽക്കേണ്ടി വന്നാൽ ഈ പാർട്ടിക്കാർ, എൻ്റെ അപ്പച്ചൻ ഞങ്ങളെ നോക്കുന്നതിനേക്കാൾ കൂടുതലാണ് പാർട്ടിക്കാരെ നോക്കുന്നത്. കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്നു മാത്രമേ ഉള്ളൂ. ജീവിതം മുഴുവൻ, ബാക്കി മുഴുവൻ സമയവും പാർട്ടിക്ക് വേണ്ടി, പാർട്ടിക്കാർക്ക് വേണ്ടി ഓടുകയാണ്. അത്ര മാത്രം വലുതായിരുന്നു ഈ പാർട്ടിയോടുള്ള കൂറ്. അതാണ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ കുടുംബം മാത്രമല്ല, എൻ്റെ ഒരു കുടുംബം മാത്രമല്ല, ആ നാടിലെ 90% അന്ന് അവിടെയുള്ള കോൺഗ്രസ്സുകാർ ഒറ്റപ്പെട്ടവരാ. അവര് മുതലാളിമാരുമാണ്. അവര് മൂരാജികളാണ്, ബൂർഷാസികളാണ്. നമ്മൾ അവരെ കാണുന്നത് ശത്രുക്കളായിട്ടാണ്. പാർട്ടി അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ തരുന്നത്. പാർട്ടിയോട് ചേർന്ന് നിൽക്കാത്തവരൊക്കെ പാർട്ടി ശത്രുക്കളാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ജീവിച്ചു വന്നത്. അതായത് സ്നേഹം എന്തെന്നോ സ്നേഹിക്കണമെന്നോ അതൊന്നും നമുക്കറിയില്ല. നമ്മൾ ജീവിച്ചു വന്ന പാർട്ടിപരമായ ഒരു സ്നേഹത്തെ കുറിച്ച് മാത്രം നമുക്കറിയൂ. പാർട്ടിക്കാരോടുള്ള സ്നേഹമുണ്ട്. പാർട്ടിക്കാരോടുള്ള സ്നേഹം, അതായത് പാർട്ടിക്കാരല്ലാത്ത കൂട്ടുകാരില്ല നമുക്ക്. ക്ലാസ്സിൽ ചെന്നാൽ SFIക്കാർ മാത്രം. പഠിക്കാൻ ചെല്ലുന്നിടത്ത് SFI, ആ സംഘടന. നാട്ടിൽ വന്നാൽ SFIയും DYFIയും. ഇങ്ങനെ നമ്മളുടെ ലോകം മുഴുവൻ ഇത് തന്നെയായിരുന്നു. നമ്മൾ ജീവിച്ചു വളർന്നു. എൻ്റെ വീട്ടിൽ ഒരു മേശ കിടപ്പുണ്ട്. ആ മേശമേ ഞാൻ വായിച്ചു കളയാൻ നോക്കിയിട്ടും പോകുന്നില്ല അത്. ആ മേശ തന്നെ നമ്മൾ മാറ്റിക്കളഞ്ഞു. കാരണം അരിവാൾ ചുറ്റിക നക്ഷത്രം എൻ്റെ വീടിൻ്റെ ആ മേശയെ വരച്ചിട്ടേക്കാണ്. ചെങ്കൊടി പിടിച്ച് എറണാകുളമൊക്കെ മാർച്ച് ചവിട്ടിയത് ഓർക്കുകയാണ്. അതിനുവേണ്ടി രാത്രിയും പകലും പ്രാക്ടീസാണ്. എറണാകുളത്തൊരു പ്രോഗ്രാം വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഓരോരുത്തരും പ്രാക്ടീസാണ്. ഡ്രസ്സ് തയ്ക്കുന്നു, അതിൻ്റെ വാളണ്ടിയേഴ്സ്, അതിൻ്റെ ക്യാപ്റ്റന്മാർ. അങ്ങനെ അടുക്കും ചിട്ടയോടും കൂടി നമുക്ക് അതൊരു പ്രത്യേകതയാണ്. ക്ലാസ് വിട്ട് വന്നാൽ രാത്രി മുഴുവൻ ഈ പ്രാക്ടീസാണ്. ശരിക്കും ഈ പാർട്ടിയുടെ ഒരു കേഡർ സംവിധാനം അതാണല്ലോ. ആർക്കും അതിൽ നിന്ന് വ്യതിചലിക്കാൻ പറ്റില്ല. കൃത്യമായിട്ട് ലെവിയൊക്കെ കൊടുക്കാൻ വേണം. മാസവരി കൃത്യമായി കൊടുത്തിരിക്കുന്നു. മാസവരി പിരിക്കാൻ മാസം ശമ്പളം കിട്ടുന്ന, ആഴ്ചയിലും ശമ്പളം കിട്ടുന്ന ഓരോ ബ്ലോക്കാണ് ഞങ്ങളുടെ നാട്ടിൽ. ആ ബ്ലോക്കിൽ ഓരോ ഓഫീസുണ്ട്. ആ ഓഫീസിന്റെ മുമ്പിൽ പാർട്ടിക്കാർ വന്നിരിക്കും. പാർട്ടിക്കാരുടെ പിരിവ് അത് 2 പാർട്ടിക്കും ഉണ്ട് കേട്ടോ. മാസവരി പിരിക്കാൻ അതൊരു ടീം വർക്കുണ്ട്. അങ്ങനെ ആണ് ഞങ്ങളൊക്കെ ജീവിച്ച്, എൻ്റെ ജീവിതം വളർന്നു വന്ന സാഹചര്യം അങ്ങനെയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് 89 എൻ്റെ നാട്ടിൽ ഒരു ക്രിസ്ത്യൻ കൺവെൻഷൻ രൂപപ്പെടുന്നത്. 89 പാരീഷ് ഫെസ്റ്റ് എന്ന് പറഞ്ഞ ഓൾ കേരള ഒരു പ്രോഗ്രാം അങ്കമാലിയിൽ വെച്ചാണ് അത് നടക്കുന്നത്. അതിൽ ജസ്റ്റ് ഒന്ന് പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടി. അന്ന് ഇങ്ങനെ ഒരു
കമ്മ്യൂണിസ്റ്റ് കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ പിള്ളേരൊക്കെ ഇങ്ങനെയുള്ള ധ്യാനമൊക്കെ കൂടാൻ പോകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോകാൻ? അതായത് ഈ കാലഘട്ടം 89-90 ആയപ്പോഴേക്കും എൻ്റെ ഇടവകപ്പള്ളിയോട് ചേർന്നാണ് എൻ്റെ വീട്. എൻ്റെ വീടായിരിക്കുന്നത്. എൻ്റെ നാട്ടിൽ നസ്രത്ത് കോൺഗ്രിഗേഷനിലെ കുറച്ച് സിസ്റ്റേഴ്സ് വന്ന് താമസിക്കുകയും നാട്ടിൽ ആ ഇടവകയിൽ വലിയൊരു ആത്മീയ മുന്നേറ്റം അവരിലൂടെ അതായത് CPM എന്താണോ ചെയ്തത് അതിനെ മറികടന്നുള്ള ഒരു ശുശ്രൂഷ അവരിലൂടെ രൂപപ്പെടാൻ തുടങ്ങി. ഭവനങ്ങളൊക്കെ സന്ദർശിക്കാൻ തുടങ്ങി. അവർ ഭവനങ്ങൾ സന്ദർശിക്കുന്നു, ധ്യാനത്തിന് ആളുകളെ കൊണ്ടുപോകുന്നു. നവീകരണം അതിശക്തമായി നിൽക്കുന്ന സമയമായിരുന്നു. സേവിയറമ്മ എന്ന് പറഞ്ഞ സിസ്റ്റർ ഉണ്ടായിരുന്നു. തീയായിരുന്നു സിസ്റ്റർ. എൻ്റെ ഇടവകയിൽ തന്നെയാണ് വെച്ച് മരിക്കുന്നത്. ആ അമ്മയിലൂടെ നാട്ടിലുള്ള ചെറുപ്പക്കാരെയും ഒക്കെ, പക്ഷെ അതുകൊണ്ട് ഈ പാർട്ടി അവരെ ഭയങ്കരമായിട്ട് എതിർത്തു. അവർക്കൊരു സ്ഥലം കൊടുത്തില്ല, വീട് കൊടുത്തില്ല. അങ്ങനെ ഭയങ്കരമായ എതിർപ്പ് പാർട്ടിയിൽ നിന്ന് അവർക്കുണ്ടായി. പക്ഷെ അവർ 2-3 സിസ്റ്റേഴ്സ് അതിനു വേണ്ടി പോരാടാൻ തയ്യാറായി. അതിലൂടെ വലിയൊരു ആത്മാവിൻ്റെ ചലനം ആ നാട്ടിൽ സംഭവിക്കുകയാണ്. ആ നാട്ടിൽ സംഭവിച്ചു. കുറേ ചെറുപ്പക്കാർ അതിലൂടെ ഈശോയിലേക്ക് വന്നു, കർത്താവിനെ കണ്ടുമുട്ടി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ പ്രാർത്ഥന മുടക്കില്ലായിരുന്നു. എല്ലാ ദിവസവും സന്ധ്യയായാൽ കുടുംബ പ്രാർത്ഥനയുണ്ട്. ഞങ്ങളെ 3 മക്കളെയും വിളിച്ചിരുത്തി കുടുംബ പ്രാർത്ഥന മുടക്കില്ല. അപ്പനുണ്ടോ? അപ്പൻ വന്നാൽ വന്നു എന്ന് മാത്രം. വന്നാൽ കൂടുമായിരുന്നു? വന്നാൽ കൂടും, അത്രേ ഉള്ളൂ. വന്നാൽ ഇരുന്ന് അവിടെ മാറിയിരിക്കും. അതിന് എതിർപ്പൊന്നുമില്ല. കുടുംബ പ്രാർത്ഥനയിൽ എതിർപ്പൊന്നുമില്ല. അമ്മ പാർട്ടിക്കാരിയാണെങ്കിലും പാർട്ടി മീറ്റിങ്ങുകൾക്കും കമ്മിറ്റികൾക്കൊക്കെ പോയാലും കുടുംബത്തിലെ പാർട്ടി സ്ട്രോങ് ആണ്. കുടുംബത്തിലെ പ്രാർത്ഥന വളരെ ശക്തമാണ്. അമ്മ പള്ളിയുടെ കാര്യങ്ങളിലും അമ്മ ആക്റ്റീവായിരുന്നു. പള്ളിയിൽ പോകുന്നതും കുർബാനയ്ക്ക് പോകുന്നതും ഞങ്ങളെ വിടുന്നതിലും വിശ്വാസത്തിൽ, കാറ്റഗിസത്തിന്, ഇതിനെല്ലാം അമ്മ മുൻപന്തിയിലായിരുന്നു. എനിക്ക് എൻ്റെ അമ്മ നല്ലൊരു മാതൃക അമ്മയായിട്ട് എനിക്ക് എപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം എത്ര രാത്രി തല്ലിയാലും ഞാൻ കാണുന്നൊരു കാഴ്ച, പിറ്റേ ദിവസം ഒരു പരിഭവം ഇല്ലാതെ രാവിലെ വെളുപ്പിന് കട്ടൻ കാപ്പിയായിട്ട് അപ്പൻ്റെ അടുത്ത് ചെല്ലുന്ന ഒരു അമ്മയെയാണ് ഞാൻ കണ്ടത്. അതിന് ഒരു കോട്ടവും മരണം വരെ അമ്മ വരുത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ശരിക്കും ഈ അപ്പൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ സ്നേഹത്തിൻ്റെ ആ കുറവൊക്കെ ശരിക്കും അമ്മ അത് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്. അമ്മ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പൻ മദ്യപിച്ചില്ലെങ്കിൽ ഞങ്ങൾ ജീവനാണ്. മദ്യപിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് അമ്മയും മക്കളും, ഭാര്യയും മക്കളും ഒരു പ്രത്യേക ഇതിൽ കാണുള്ളൂ. അല്ലെങ്കിൽ അപ്പൻ നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യനായിരുന്നു. അത് പാർട്ടിക്കാർക്കും നല്ല മനുഷ്യനാണ്. എൻ്റെ അപ്പനെന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർക്ക് ജീവനാണ്. കാരണം അവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. അവരുടെ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾ വീട്ടിലും അങ്ങനെ തന്നെയാണ്, എന്ത് ചെയ്തു തരും. പക്ഷേ മദ്യപാനം എന്ന ചീട്ടുകളി ആ കാലഘട്ടത്തിലൊക്കെ ഈ മദ്യപിക്കുന്നവരെ പാർട്ടിയിൽ അവർക്ക് വിലക്കുണ്ടാവുമായിരുന്നല്ലോ. ഇല്ല, അങ്ങനെ വിലക്കാൻ പോയാൽ ഞങ്ങളുടെ നാട്ടിൽ ആരും ഉണ്ടാവില്ല. അപ്പൊ അവിടെ ഇളവുണ്ടായിരുന്നു. അവിടെ ഇളവുണ്ടായിരുന്നു. വാറ്റുചാരായം ഒക്കെ ഭയങ്കരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു നാടാണത്. അതിനൊന്നും ക്ഷാമമില്ലായിരുന്നു. ഇത് മലമ്പ്രദേശമാണല്ലോ. അപ്പോൾ വാറ്റുചാരായത്തിൻ്റെ ഒരു ഭയങ്കരമായ ഇതുള്ള സ്ഥലമായിരുന്നു. അതിനാൽ തന്നെ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ പല ദിവസവും കണ്ടിട്ടുണ്ട്. അപ്പച്ചൻ തന്നെ വാറ്റി ചാരായം ഉണ്ടാക്കുന്നതൊക്കെ. അതിനാൽ തന്നെ നമ്മളൊക്കെ അതിൻ്റെ രുചിയൊക്കെ അറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ വളർന്നു വന്ന ഒരു ജീവിതമാണ് എൻ്റേത്. അങ്ങനെ വളർന്നു വന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു കാഴ്ച കാണാൻ തുടങ്ങി. ദേവാലയത്തിൽ നിന്ന്, ദേവാലയ കൂട്ടായ്മയിൽ നിന്ന്. അപ്പോൾ എനിക്ക് ധ്യാനത്തോട്, പ്രാർത്ഥനയോട് പ്രത്യേകം അങ്ങനെയാണ് ഞാൻ ഈ പാരിഷ് ഫെസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോഗ്രാമിന് പോയി. അവിടെ നടന്ന ഒരു ആത്മീയ ഉത്സവം അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചെങ്കിലും എൻ്റെ മാറ്റം വരുത്തിയില്ല. മാറ്റം വരാൻ ഞാൻ തയ്യാറ്. പക്ഷേ ഒരു 5 ദിവസത്തെ ധ്യാനത്തിൽ ഞാൻ ഓർക്കുകയാണ്,
ധ്യാനത്തിൻ്റെ 5 ദിവസവും ഞാൻ ഉഴപ്പി. കാരണം നമ്മുടെ ഉള്ളിൽ ഇതൊന്നും ഇല്ലല്ലോ. ഞാൻ അതാ ഞങ്ങളൊരു 3, 4, 5 പേര് ഭയങ്കരമായിട്ട് ധ്യാനത്തിന് തന്നെ ശല്യമായിരുന്നു. ഈ 500 കുട്ടികളിരുന്നതിൽ ഞങ്ങളൊരു 3, 4 പേര് അവർക്കെല്ലാവർക്കും ശല്യമായിരുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അവർ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയും, പക്ഷെ ഞങ്ങളതൊക്കെ മുതലെടുക്കുകയായിരുന്നു. അവസാനത്തെ ഒരു പ്രയർ ടൈമിൽ ഞാൻ അറിയാതെ കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ എനിക്കറിയാതെ ഒരു ഡിവൈൻ പവർ ഞാൻ അനുഭവിച്ചു. എൻ്റെ ഓർമ്മയിൽ ഞാൻ അറിയാതെ കരഞ്ഞു പോയത് അന്നാണ്. കാരണം ഒരു ദിവസം എൻ്റെ അപ്പച്ചൻ എന്നെ ഈ കാണാതെയായിട്ട് റബ്ബർ മരത്തിൻ്റെ വേരെടുത്ത് എന്നെ തല്ലിയിട്ട് എൻ്റെ തൊട മുഴുവൻ പൊട്ടി ഒഴുകി, ചോര ഒഴുകി. ഞാൻ കരഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ കരയുന്നൊരു സ്വഭാവം ഇല്ല. എന്നാൽ അങ്ങനെ മനസ്സ് ആ തരത്തിൽ രൂപപ്പെട്ടിരുന്നു. അത്രയും ധൈര്യവും കഠിനമായ മനസ്സുമായിരുന്നു എൻ്റെ. ഞാൻ അറിയാതെ അന്ന് കരഞ്ഞുപോയി. ഒരു 2-3 സെക്കൻഡ് അത് ഉണ്ടായുള്ളൂ. പക്ഷേ അതെൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഞാൻ എൻ്റെ കർത്താവിനെ അനുഭവിച്ച സമയമായിരുന്നു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ മാനസാന്തരത്തിലേക്ക്, നല്ല കുമ്പസാരത്തിലേക്കും മാനസാന്തരത്തിലേക്കും ഇവിടെ പറയാൻ പറ്റുമോയെന്ന് അറിയില്ല. വാ പൊളിച്ചാൽ തെറി പറയുന്നൊരു വ്യക്തിത്വമായിരുന്നു എൻ്റേത്. ഞാനതാ കേട്ട് വളർന്നേക്കുന്നത്. നാട്ടിലും വീട്ടിലൊക്കെ കേട്ട് വളർന്നേക്കുന്നത് അതാണ്. എൻ്റെ കൂടെയുള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാൻ തെറി പറയുന്നത്. പക്ഷേ എൻ്റെ നാവിനെ ദൈവം യേശയ്യായുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ കാണുന്ന പോലെ ആ തീക്കട്ട എൻ്റെ നാവിൽ വെച്ച് തന്നു. എനിക്ക് സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാളായിരുന്നു. 5 വയസ്സിൽ ആണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയത്. എനിക്ക് സ്ഫുടമായിട്ടൊന്നും ഞാൻ സംസാരിക്കില്ലായിരുന്നു. അതിൻ്റെ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ വചനം കേട്ടു, ഞാൻ മാനസാന്തരപ്പെടാൻ തുടങ്ങി. എൻ്റെ നാവിൽ ഈ കെട്ടഴിഞ്ഞു. എനിക്ക് സ്ഫുടമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ മാനസാന്തര ജീവിതത്തിലേക്ക് വരുന്നത്. വിശ്വാസത്തിലേക്ക് മെല്ലെ മെല്ലെ ഞാൻ DYFIയിൽ അംഗത്വമൊക്കെ സ്വീകരിച്ച് അതിൽ ആ യൂണിറ്റിലൊക്കെ ഭയങ്കരമായ ഒരു അഭിമാനമായിരുന്നു. ഒരു യൂണിറ്റ് കൂട്ടായ്മയിൽ ഞാൻ ശക്തമായി ഒരു പ്രസംഗമൊക്കെ നടത്തി ഭയങ്കരമായി അംഗീകാരമൊക്കെ നേടി. കാരണം നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണെന്നൊക്കെ ചർച്ച വന്നപ്പോൾ നമുക്കത് അഭിമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടി മീറ്റിങ്ങുകളിലും നമ്മൾ പോകുന്നു, എല്ലാ ക്യാമ്പുകളിലും പങ്കെടുക്കുന്നു. ഇങ്ങനെ ഒരു സമയത്താണ് ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടുന്നത്. എൻ്റെ ജീവിതത്തിൽ ആ അധ്യായം മുഴുവൻ ഞാൻ അടച്ചു കളയാൻ തയ്യാറായി. ഞാൻ മറ്റൊരു ജീവിതം തുറക്കാൻ തയ്യാറായി. ഈ പാർട്ടി സഖാക്കന്മാരിൽ നിന്നൊക്കെ എതിർപ്പുകളൊക്കെ ഉണ്ടായില്ലേ? അന്ന് അവര് അത്രയും കാരണം എൻ്റെ കുടുംബം മുഴുവൻ പാർട്ടിയിലല്ലേ. അതുകൊണ്ട് അവർക്കത് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു വന്നത് അവർക്ക് മനസ്സിലായില്ല. കാരണം എൻ്റെ അപ്പനും എൻ്റെ ചേട്ടനും ഒക്കെ അപ്പോഴും പാർട്ടിയിൽ സജീവമാണ്. അതുകൊണ്ട് അതിനെ അവർക്ക് മനസ്സിലാക്കാനോ അതിനെ എതിർക്കാനോ അവർ വന്നില്ല. കാരണം അപ്പോഴും എൻ്റെ പാർട്ടി, എൻ്റെ കുടുംബം പാർട്ടിയോട് ചേർന്ന് പോവുകയാണ്. എൻ്റെ കുടുംബത്തിന് പാർട്ടി തന്നെ വലുത്. അപ്പോഴും പാർട്ടിക്കാർ വരുന്നു, വീട്ടിൽ വരുന്നു, പക്ഷേ ഞാൻ അപ്പോഴും മാറി നടക്കാൻ തുടങ്ങി. ഇവരുടെയൊക്കെ ഇടയിൽ നിന്ന് ഞാൻ പള്ളിയിലേക്ക് പോകാൻ തുടങ്ങി. പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുകയാണ്, ഞാൻ SSLCക്ക് തോറ്റു എന്നറിഞ്ഞപ്പോൾ ഞാൻ ചങ്ക് പൊട്ടി കരഞ്ഞു. എനിക്ക് കരയില്ലായിരുന്നു. ഈ ഈശോയെ കണ്ടെത്തിയതിന് ശേഷമാണ് റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നപ്പോൾ കാരണം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം ജീവിതം നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോയിരുന്നു. നമുക്ക് പിന്നീടാണ് നമ്മൾ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഒരു ജീവിതം വേണം, ഒരു നല്ല പഠിച്ചാലാണ് കയറി വരാൻ പറ്റുള്ളൂ, ഭാവി ഉണ്ടാവുള്ളൂ എന്നൊക്കെ കരുതി. പക്ഷേ അവിടെ നിന്ന് ഞാൻ പിന്നെ 92-ൽ ഞാൻ കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ കോട്ടയത്ത് നടന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ
എൻ്റെ ദൈവം എന്നെ അനുവദിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട കാഴ്ച, അന്ന് ഉള്ള എല്ലാ പ്രാർത്ഥനാ കൂട്ടായ്മകളിലും എവിടെയൊക്കെ ആത്മീയ കൂട്ടായ്മകൾ നടക്കുന്നുണ്ടോ എനിക്കറിയില്ല, ഞാൻ എത്ര ത്യാഗം എടുത്താണെങ്കിലും ഞാൻ പോകുമായിരുന്നു. അതിൻ്റെ ഫലമായി അങ്കമാലിയിൽ നിന്ന് നിസ്സാര പേർക്കാണ് അത് അങ്ങോട്ട് പോകാനുള്ള അവസരം കിട്ടിയത്. ദൈവം എന്നെയും തിരഞ്ഞെടുത്തു. ഞാനും പോയി. കേരളത്തിൽ അറിയപ്പെടുന്നവരായിരുന്നു അന്ന് അവിടെ വന്ന് ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്തത്. ഞാൻ അന്ന് ചെന്നിട്ട് എനിക്ക് 10 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമായിരുന്നു. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് സ്തുതിക്കാൻ അറിയില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, എനിക്ക് ഭാഷാപരമില്ല, എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഒരു ദിവസം യാതൊരു ദൈവാനുഭവം ഇല്ലാത്തവരെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഞാൻ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമായിരുന്നോ? ഇല്ല, നമുക്കതൊന്നും അറിയില്ല. നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ പോയി. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഇത് ഈ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ടാണ് ഇത്. എനിക്ക് ആദ്യ പാഠമൊന്നും അറിയാതെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. പക്ഷേ ചെന്ന് 3-ാമത്തെ ദിവസമായപ്പോൾ യാതൊരു ദൈവാനുഭവം ഇല്ലാത്തവർ എഴുന്നേറ്റ് നിൽക്കാൻ സന്തോഷ് ടി ബ്രദർ പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നു. ആ ധ്യാനം തീരുന്ന അന്നത്തെ ടോക്കൊക്കെ തീർന്ന് കിടക്കാൻ പോകുന്ന സമയത്താണ് ഞാൻ എഴുന്നേറ്റ് നിന്ന്. ഞങ്ങൾ ഒരു 3-4 പേരാണ് എഴുന്നേറ്റ് നിന്നത്. അവരെല്ലാവരും കൂടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ 2-ാമത്തെ കരച്ചിൽ ആരംഭിക്കുന്ന അവിടെ നിന്നാണ്. എൻ്റെ ദൈവാനുഭവം വീണ്ടും ആരംഭിക്കുന്നത്. എനിക്കറിയില്ല, എൻ്റെ ഉള്ളിൽ തേങ്ങാൻ തുടങ്ങാണ്. എൻ്റെ ഉള്ളിൽ വലിയൊരു തേങ്ങൽ വരികയാണ്. ഞാൻ ഓടിപ്പോയി കിടക്കുന്നിടത്തേക്ക് ഓടിച്ചെന്ന് ഞാൻ ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് ഞാൻ കരയാൻ തുടങ്ങി. ആ കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഏന്തി കരച്ചിലാണ്. മാനന്തവാടിയിലുള്ള തങ്കച്ചൻ, പിന്നീട് ഞാൻ കണ്ടിട്ടില്ല കേട്ടാ തങ്കച്ചനെ. ഞാനിന്ന് ഓർക്കുന്നു, തങ്കച്ചൻ എൻ്റെ അടുത്ത് വന്നിട്ട്, ഷോളി എന്ത് പറ്റി? തങ്കച്ചനൊക്കെ എന്നാൽ വലിയ കൃപാവരങ്ങളുള്ള മനുഷ്യനായിരുന്നു. തങ്കച്ചൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഷോളി എന്താണ്? എനിക്ക് പറഞ്ഞു, എനിക്കറിയില്ല, എന്താ കരയണമെന്ന് എനിക്കറിയില്ല. തങ്കച്ചൻ എന്നെ ആ കട്ടിലേൽ ഇരുത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, അപ്പച്ചനോട് ക്ഷമിക്കാനുണ്ടെന്ന് ചോദിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ബ്രദറെ, ഞാൻ കാണുകയാണ് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഒരു TV സ്ക്രീനിൽ എന്ന് വേണം കാണുകയാണ്. ഞാൻ അനുഭവിച്ചതും ഞാൻ കണ്ടതും എൻ്റെ അപ്പച്ചനോടുള്ള അപ്പച്ചൻ കിട്ടിയ അനുഭവങ്ങൾ, കുടുംബത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ. അതായത് എൻ്റെ അമ്മയുടെ തലയിലൂടെ മുട്ട അങ്ങനെ കൊത്തി ഒഴിച്ചിട്ടേ, മുട്ടയിൽ ആ ഇതിൽ മുഴുവൻ കുളിച്ചു നിൽക്കുന്ന എൻ്റെ അമ്മയെ ഞാൻ കാണുന്നു. അമ്മയെ ഇറക്കി ഓടിക്കുന്നത് ഞാൻ കാണുന്നു. അമ്മയെ സ്റ്റൂളെടുത്ത് തലയ്ക്കടിക്കുന്നത് ഞാൻ കാണുന്നു. ഇതെല്ലാം ഞാൻ ഒരു TV സ്ക്രീനിൽ എന്ന് പറഞ്ഞ് ഞാൻ കാണുകയാണ്. അപ്പനോടുണ്ടായിരുന്ന ആ ഭയവും വെറുപ്പും ഇതെല്ലാം ഇങ്ങനെ കർത്താവ് കാണിച്ചു തരികയായിരുന്നു. അപ്പം തന്നെ ഞാൻ എൻ്റെ അപ്പച്ചനോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ക്ഷമിച്ചു, നിരുപാധികം ക്ഷമിച്ചു. എൻ്റെ മനസ്സ് ശാന്തമായി. തങ്കച്ചൻ അത് കൃത്യമായ മെസ്സേജായിരുന്നു. അത് ചോദിച്ച ഉടനെ തന്നെയാണ് ഞാൻ ഇതെല്ലാം കാണുന്നത്. എൻ്റെ മനസ്സ് ശാന്തമായി. ഞാൻ സുഖമായി കിടന്നുറങ്ങി ആ രാത്രി. പിന്നെ എൻ്റെ ജീവിതത്തിൽ ആത്മീയ കൃപകൾ വെളിപ്പെടാൻ തുടങ്ങി. ആ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ, അന്ന് ഞാൻ അവിടെ അറിയപ്പെടുന്ന എനിക്ക് അവിടെ പ്രസംഗിക്കാൻ എനിക്ക് പറ്റിയില്ല, എനിക്ക് ആക്ഷൻ ചെയ്യാൻ പറ്റിയില്ല, എനിക്കൊന്നും. കാരണം അവരെല്ലാവരും ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കുന്നു, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, എല്ലാവരും നന്നായിട്ട് പ്രസംഗിക്കുന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എൻ്റെ ഉള്ളിലൊരു പ്രാർത്ഥന ഉയർന്നു, കർത്താവേ, പൗലോസ്ലീഹായെ പോലെ എന്നെയും അങ്ങ് അഭിഷേകം ചെയ്യണമേ. നിശ്ചയമായിട്ടും ബ്രദറിൻ്റെ ആ പ്രാർത്ഥന ദൈവം വളരെ പ്രത്യേകമായി തന്നെ പരിഗണിച്ചിട്ടുണ്ടെന്നുള്ളത് പിന്നീടുള്ള അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ആ അനുഭവങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാം. ഷോളി ബ്രദറിൻ്റെ ജീവിതത്തിലെ സംഭവ ബഹുലമായ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ആഴ്ചയിൽ കേൾക്കാം. അതുവരെ എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കട്ടെ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.